പിസ്സ പാസ്ത സോസ് ഒന്നും ഇല്ലാണ്ട് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പാസ്ത ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ പാസ്ത കുറച്ച് വെള്ളത്തിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ ആയാലും മതി ബോയിൽ ചെയ്യാൻ വെച്ചു. ഇനി നമുക്ക് ഉള്ളി ഈ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈസിയാണ്. ഇനി നമുക്ക് ടൊമാറ്റോസും പിന്നെ പച്ച കളർ ക്യാപ്സിക്കം ആണ് കേട്ടോ. ചുവന്ന ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അതും കുറച്ച് വറ്റൽ മുളകും കൂടി എടുത്ത് ഒന്ന് സ്റ്റീം ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് അപ്പുറത്തെ അടുപ്പിൽ. ഈ സമയം കൊണ്ട് നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. തണുത്ത വെള്ളത്തിൽ കഴുകിയെടുത്തു. 10 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ ഇതും സ്റ്റീമായി വന്നിട്ടുണ്ട്. നമുക്കത് ഒരു ഗ്രൈൻഡർ ജാറിലേക്ക് ഇത്തിരി തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. നമ്മളൊരു സോസ് പാൻ എടുത്തു, കുറച്ച് ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു, ഉള്ളി ഇട്ടിട്ട് ഒന്ന് കരമലൈസ് ചെയ്തെടുത്തു. ഒരു 3-4 മിനിറ്റിൽ ക്യാപ്സിക്കം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ച ആ ഒരു സോസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഒറിഗാനോ. ഒരു 3/4 ടീസ്പൂണോളം ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നല്ല സ്മെല്ലാണ്. പാസ്തയും കൂടെ ആഡ് ചെയ്ത് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് വേവിക്കുക. വീട്ടിലെ ഗസ്റ്റിനെയൊക്കെ ഞെട്ടിക്കാൻ നല്ല ഐറ്റമാണ്. പാസ്ത സോസ് ഇല്ലാണ്ട് ചെയ്തതാണെന്ന് ആരും പറയില്ല. അത്രയ്ക്ക് ടേസ്റ്റിയാണ്.